ഗ്രീൻലാൻഡ്. ഐസ്ലൻഡിനേക്കാൾ ഐസുള്ള ഗ്രീൻലാൻഡ്, പച്ചപ്പ് ഇല്ലാത്ത ഗ്രീൻലാൻഡ്. അപ്പൊ പിന്നെ ഗ്രീൻലാൻഡിന് എങ്ങനെയാണ് ഈ ഗ്രീൻ ലാൻഡ് എന്ന പേര് വന്നത്? അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ആ കഥ തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കാനും പോകുന്നത്. ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇത് ഒരു കൊലപാതകയുടെ കഥയാണ്. 1076 വർഷങ്ങൾക്ക് മുന്നേ AD 950 സൗത്ത് വെസ്റ്റേൺ നോർവേയിൽ ഒരു കുഞ്ഞു ജനിക്കുന്നു. അവന്റെ പേര് എറിക് തോർവോൾസൺ. സ്കാൻഡിനേവിയൻ നെയിമിംഗ് പ്രകാരം അതിനർത്ഥം തോർവോൾസന്റെ മകനായ എറിക് എന്നാണ്. എറിക്കിന് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ പിതാവായ തോർവോൾഡ് ആസ്വാൾസൺ വയലന്റ് ആയ പല കൊലപാതകങ്ങളുടെ പേരിൽ നോർവേയിൽ നിന്ന് എക്സൈൽ ചെയ്യപ്പെടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പണ്ടത്തെ വൈക്കിംഗ് സൊസൈറ്റിയിൽ നിങ്ങളെ എക്സൈൽ ചെയ്തു എന്നുള്ളതിനർത്ഥം നിങ്ങളെ വൈക്കിംഗ് സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല. ഇനി നിങ്ങളെ ഒരാൾ കൊന്നാൽ പോലും കൊന്നയാളിന് ഒരു ശിക്ഷയുമില്ല. അത് വളരെ ഡേഞ്ചറസ് കാര്യമാണ്, അല്ലേ? കാരണം തന്നോട് വിരോധമുള്ള ആർക്ക് വേണമെങ്കിലും ഒരു കോൺസിക്വൻസും ഇല്ലാതെ തന്നെ തട്ടാം. സോ ജീവിക്കുക എന്നുള്ളത് പ്രധാനമായതുകൊണ്ട് തന്നെ കുട്ടി എറിക്കിനെ എടുത്തുകൊണ്ട് തോർവോൾഡ് നോർവേ വിട്ട് ഐസ്ലൻഡിലേക്ക് പോകുന്നു. പക്ഷെ ഐസ്ലൻഡിൽ വളർന്ന എറിക് തന്റെ അച്ഛനെ പോലെ തന്നെ വളരെ ദേഷ്യക്കാരനും വയലന്റുമായ ഒരു മനുഷ്യനായി മാറുകയായിരുന്നു. തന്റെ ചുവന്ന മുടിയും ചുവന്ന താടിയും പിന്നെ ആ ദേഷ്യവും എറിക്കിന് യൂറോപ്യൻ ചരിത്രത്തിൽ എറിക് ദ റെഡ് എന്ന പേര് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്റെ അച്ഛൻ നോർവേയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് 22 വർഷങ്ങൾക്ക് ശേഷം എറിക് ചരിത്രം ആവർത്തിച്ചു. വയലന്റ് ക്രൈംസിന്റെ പേരിൽ എറിക് ഐസ്ലൻഡിൽ നിന്നും എക്സൈൽ ചെയ്യപ്പെടും. പോകാൻ ഒരു ഇടവുമില്ലാത്ത എറിക് എന്ത് ചെയ്യുന്നു? കുറച്ച് കൂട്ടരെയും കൂട്ടി തന്റെ അച്ഛന്റെ കപ്പലിൽ കയറി കടലിലേക്ക് പോകുന്നു. ആഴ്ചകളുടെ സെയിലിംഗിന് ശേഷം എറിക്കും കൂട്ടരും ഒരു ഐസ് മാത്രം നിറഞ്ഞ ഒരു ഐലൻഡിലേക്ക് എത്തും. എവിടേക്ക് നോക്കിയാലും ഐസ് മാത്രമാണ്. വൈകാതെ എറിക്കും കൂട്ടരും ആ സത്യം മനസ്സിലാക്കുന്നു. ആ ഐലൻഡിൽ മനുഷ്യരായി ഇവർ മാത്രമേ ഉള്ളൂ. അവിടെ എറിക്ക് കണ്ടത് സ്വന്തമായി ഒരു സൊസൈറ്റി ഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ എറിക്കിന് സ്വന്തമായി ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ ഒരു വലിയ കടമ്പയുണ്ടായിരുന്നു. അതെന്താണെന്നറിയൂ? ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഞാൻ നിങ്ങളോടൊക്കെ പറയുകയാണ്, ഞാൻ ഏത് ദിശയിലേക്ക് നോക്കിയാലും ഐസ് മാത്രം കാണുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലത്തേക്ക് ഒരു കഠിന ജീവിതത്തിനായി നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരൂ? ഇതായിരുന്നു എറിക്കിന്റെയും പ്രശ്നം. എറിക്ക് എങ്ങനെയാണ് നല്ലൊരു ജീവിതം നയിക്കുന്നവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരിക? ഹ്യൂമൻ സൈക്കോളജിയോ ഹ്യൂമൻ ബിഹേവിയറോ ഒന്നും തന്നെ പഠിക്കാതെ എറിക്കിന് ഒരു സ്ഥലത്തിന്റെ പേരിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നറിയാമായിരുന്നു. അങ്ങനെ എറിക് ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, ഗ്രീൻലാൻഡ്. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ സ്ഥലം. അഗ്രികൾച്ചർ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഐസ്ലൻഡിലെ കുറച്ച് പാവപ്പെട്ടവരെ പറ്റിക്കാൻ ഈ പേര് ധാരാളം. അങ്ങനെ 3 വർഷം എറിക് ഈ ഐലൻഡിൽ കറങ്ങി തിരിഞ്ഞ് നടന്നതിന് ശേഷം തിരിച്ച് ഐസ്ലൻഡിലേക്ക് പോയി. എന്നിട്ട് നാട്ടുകാരോട് ഞാൻ കഴിഞ്ഞ 3 വർഷം നിന്നത് ഗ്രീൻലാൻഡിലാണെന്നും അവിടുത്തെ പച്ചപ്പും പൂക്കളെയും പശുക്കളെയും ഒക്കെ പറ്റി എല്ലാവരോടും പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇതിനൊരു മാർക്കറ്റിംഗ് സ്കാം എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നാട്ടുകാർ എറിക്കിനെ പോലെ ഒരു കൊലപാതകയെ വിശ്വസിച്ചു കാണും? എങ്കിൽ കേട്ടോളൂ. എറിക്ക് തിരിച്ചു മടങ്ങുമ്പോൾ എറിക്കിന്റെ കൂടെ 25 കപ്പൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതെ, 25 കപ്പലുകൾ. അങ്ങനെ 25 കപ്പൽ നിറയെ പാവപ്പെട്ട ആൾക്കാർ അവരുടെയൊക്കെ പുതിയ ജീവിതം സ്വപ്നം കണ്ട് ഗ്രീൻലാൻഡിലേക്ക് എറിക്കിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു. ഈ പറഞ്ഞ 25 കപ്പലിൽ വെറും 14 കപ്പലുകൾ മാത്രമാണ് ഗ്രീൻലാൻഡിന്റെ തീരം കണ്ടത്. ബാക്കി പല കപ്പലുകളും കൊടുങ്കാറ്റിൽ മുങ്ങിപ്പോവുകയും വളരെ കുറച്ചു പേർ തിരിച്ച് ഐസ്ലൻഡിലേക്ക് പോവുകയും ചെയ്തു. എന്തു തന്നെയാണെങ്കിലും ചതിയാണ് സംഭവിച്ചത്, അല്ലേ? പക്ഷെ പാവപ്പെട്ടവർ അവിടെ ഉള്ളതൊക്കെ വെച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഗ്രീൻലാൻഡിന് ഗ്രീൻലാൻഡ് എന്ന പേര് കിട്ടിയതും ഗ്രീൻലാൻഡിൽ വൈക്കിങ്സിന്റെ സിവിലൈസേഷൻ തുടങ്ങിയത്. ഈ ലോകത്ത് തന്നെ ഇന്നും സോൾവ് ആവാത്ത ഒരു മിസ്റ്ററിയാണ് ഗ്രീൻലാൻഡിൽ നിന്നുള്ള വൈക്കിങ്സിന്റെ ഡിസപ്പിയറൻസ്. എറിക്കും കൂട്ടരും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. പക്ഷേ വെറും 500 വർഷം മാത്രമാണ് ആ സിവിലൈസേഷൻ ലാസ്റ്റ് ചെയ്തത്. 500 വർഷങ്ങൾക്ക് അപ്പുറം പല യൂറോപ്യൻസും ഗ്രീൻലാൻഡിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ ട്രേസ് ഇല്ല. ഒരു സിവിലൈസേഷൻ മൊത്തത്തിൽ അങ്ങ് ഡിസപ്പിയർ ആയി. ഒരു യുദ്ധം നടന്നതോ അല്ലെങ്കിൽ ഒരു മാരക അസുഖം വന്നതോ അതിന്റെ ഒന്നും റെക്കോർഡുകൾ അവിടെ ഇല്ല. ഇനി ഇൻട്രസ്റ്റിംഗ്ലി ഗ്രീൻലാൻഡിലുള്ള വൈക്കിങ്സിന്റെ അവസാന റിട്ടേൺ റെക്കോർഡ് എന്താണെന്ന് അറിയാം? ഇത് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. കാരണം ഇത് അടുത്തൊരു പള്ളിയിൽ നടന്ന ഒരു കല്യാണമാണ്. ആ കല്യാണമായിരുന്നോ ഗ്രീൻലാൻഡിലെ വൈക്കിങ്സിന്റെ അന്ത്യം? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അന്ന് ആ കല്യാണത്തിൽ സംഭവിച്ചത്? അതോ ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ? ഇതുവരെ നമുക്കത് അറിയില്ല. ഇന്നതറിയാൻ നമുക്ക് വഴികളുമില്ല. പക്ഷെ ഇന്ന് ഗ്രീൻലാൻഡിന് എങ്ങനെയാണ് ഗ്രീൻലാൻഡ് എന്ന പേര് ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഒരു രാജ്യത്ത് നിന്ന് പറഞ്ഞുവിടപ്പെട്ട ഒരു കൊലയാളി വേറൊരു നാട് കണ്ടുപിടിക്കുന്നു, പലരെയും പറ്റിച്ച് ആ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു രാത്രി പോലെ ആ ഒരു സിവിലൈസേഷൻ മൊത്തം മാഞ്ഞു പോകുന്നു. പലപ്പോഴും ചരിത്രം ഇങ്ങനെയാണ്. ഈ വീഡിയോയിൽ നിന്ന് പുതിയതായി എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഗലീലിയോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.